കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്കൊന്ന് മലയാളികൾക്ക് വളരെ സുപരിചിതനാണ് സാറുടെ അല്ലെങ്കിൽ ഫൈസൽ സാർ എന്നുള്ളൊരു വ്യക്തിത്വം. ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ചിട്ട് നമ്മൾ MBA എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ സംരംഭകരും പഠിക്കണം. പ്രത്യേകിച്ചിട്ട് ഈ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് മുന്നേറണമെങ്കിൽ ഓരോ സംരംഭകരെയും അത്രയും അപ്ഡേറ്റഡ് ആവണം എന്നുള്ള ഒരു വലിയൊരു വിഷനുമായിട്ട് എനിക്കൊന്ന് 10,000-ഓളം സംരംഭകരെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ സംരംഭകർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതും ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ UK പോലുള്ള രാജ്യത്തെ ഏറ്റവും സർട്ടിഫൈഡ് ആയ കോഴ്സ് കൊടുക്കുക എന്നുള്ളൊരു വലിയ വിഷനുമായിട്ട് സാർ ഇപ്പം നിലവിൽ എനിക്കൊന്ന് 25 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ. എങ്ങനെയുണ്ട് സാറിൻ്റെ ഒരു ജേണി, എങ്ങനെ പോകുന്നു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ നമ്മളുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരിക്കലും ഒരു അപ്ലൈഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്കൊരു ഗ്രാജുവേഷൻ കോളേജ് ഉണ്ട്, B-School International. അപ്പം അവിടെയൊക്കെ എത്രയോ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴും നമുക്ക് എൻഡിൽ മനസ്സിലാവില്ല കുട്ടികളുടെ ഒരു എൻഗേജ്മെൻറ്റോ, പഠനത്തിലൊരു എൻഗേജ്മെൻറ്റോ, അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലിൽ അവരുടെ ഒരു ലേണിങ്ങിനോടുള്ള താല്പര്യമോ ഒരിക്കലും സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ എഡ്യൂക്കേഷന് കഴിയുന്നില്ല. പക്ഷേ അതിനൊരു പരിഹാരം തന്ന കമ്മ്യൂണിറ്റി ബിസിനസ്സുകാരാണ്. കാരണം ബിസിനസ്സുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും സ്വന്തമായിട്ട് തുഴഞ്ഞ് അവരുടെ ഒരു ഇൻക്രിമെൻ്റൽ ലോജിക്കിൽ, അവരുടെ ഒരു ബിസിനസ് ലോജിക്കിലാണ് അവരുടെ ബിസിനസ് മോഡൽ ഷേപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരൊരു മണിക്കൂറും കൂടി അതിന് വേസ്റ്റ് ചെയ്യാതെ വരും. അവർ അത്രയും എന്താ പറയുക, ഇൻക്വിസിറ്റീവായിട്ട് ത്വരയോടുകൂടി ക്ലാസ്സിലിരിക്കുന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഡൈഹാർഡ് സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അപ്ലൈഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കമ്പനികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കലും വലിയൊരു വെൽത്ത് ക്രിയേഷനും അതിനുപരിയായിട്ട് വലിയൊരു സൊസൈറ്റൽ അബൻഡൻസ്, സമൃദ്ധി ഉണ്ടാക്കുന്നതിനൊക്കെ വലിയൊരു മാർഗമായിട്ടാണ് തോന്നുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടായ കാര്യം, ഞാൻ ബേസിക്കലി ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് ബിസിനസ്സുകാരുടെ മേഖലയിലേക്ക് മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വല്ലാത്ത ഷിഫ്റ്റായിരുന്നു. അത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈങ്ങുമാണ് അവർ. കാരണം ഞാൻ ഓരോരുത്തരെയും വളർച്ചയും ഓരോരുത്തരുടെയും ഇപ്പം കൺസോർഷ്യംസ് ഉണ്ട്, അവരുടെ ബോർഡ് റൂം സംസാരങ്ങൾ, അവരുടെ ബോർഡ് കൂടൽ, ഓരോരുത്തരും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട്. അതെനിക്ക് തരുന്ന ഒരു ആനന്ദം ചില്ലറ ആനന്ദമല്ല പറയാനാണ്. അപ്പം ഇതിലേക്ക് സാർ എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരുപക്ഷെ സാറ് എനിക്കൊന്ന് പുറത്തുനിന്നാണ് വിദ്യാഭ്യാസമൊക്കെ നേടിയതായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ പെയിൻ സാർ അങ്ങനെ ഇത്രയൊരു പെയിൻ ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട് സാറിന് അങ്ങനെ മനസ്സിലായത്? അതായത് ഞാൻ ഈ ബിസിനസ് സ്കൂൾ ഇന്റർനാഷണൽ ഫൗണ്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം, പക്ഷേ അതിലൊരു മിഷൻ വിഷൻ എഴുതേണ്ടിയിരുന്നു. ചിലരൊക്കെ പറഞ്ഞോട് ഇന്റർനെറ്റ് നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് എടുത്തുകൂടെ. ഞാൻ പറഞ്ഞു ഒരു മിഷൻ വിഷൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണോ എനിക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു 2 വർഷത്തോളം അതൊരു ഭയങ്കര വേഗമായിരുന്നു. കാരണം ഞാൻ ഈ പ്രൊജക്റ്റ് സത്യത്തിൽ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റ്ലി ഞാൻ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അത് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിലോ നമ്മളെ നാട്ടിലെ ആളുകളിലോ അതൊരിക്കലും ഇത് ക്ലിക്കാവില്ല എന്നില്ല. കാരണം സമാനതകളിലെ കോളേജുകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് അവിടെ. പിന്നെ എൻ്റെ ഒപ്പം എൻ്റെ കൂട്ടുകാരായി വന്നതിൻ്റെ ഒപ്പം ചേരാൻ വന്നവരും അവരും എഡ്യൂക്കേഷൻ എക്സ്പോസ്ഡ് അല്ല. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യലും ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലും അത് വലിയൊരു ടാസ്ക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യമൊന്നും ഇതിലേക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ കരുതിയവനാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അപ്ലൈഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. പക്ഷെ അതൊരു ഇപ്പം മലപ്പുറം ജില്ലേനെ പോലത്തെ വളരെ ആളുകൾ സാധാരണ ബാക്ക്വേർഡ് എന്ന് പറയും. പക്ഷെ ഒരു സൈഡിൽ ഒരു കാലഘട്ടത്തിൽ ബാക്ക്വേർഡ് ആയിരുന്നല്ലോ ഒരു മലബാർ എന്നുള്ളത്. ബാക്ക്വേർഡ്നെസ്സിനെ ഞാനൊരു മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് ആ ബാക്ക്വേർഡ്നെസ്സിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ തെക്കൻ കേരളത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് 2 സ്കൂളുണ്ട്. തെക്കൻ കേരളത്തിലൊക്കെ ധാരാളം ടീച്ചർമാർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ തിരൂർ വിട്ടുപോകാറില്ല. അപ്പോൾ മൂല്യങ്ങളെ ബേസിൽ ഞങ്ങൾ ഭയങ്കര ഫോർവേഡാണ്. അല്ല, എന്നിരുന്നാലും ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര പക്ഷേ എഡ്യൂക്കേഷൻ സൈഡിൽ ഞങ്ങൾ ബാക്ക്വേർഡ് ആയിരിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്നു, മൂല്യങ്ങളായാലും സ്നേഹിക്കലായാലും അതുപോലെ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു ഏരിയയിലെ ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആണ്. അതൊരിക്കലും ബാക്കിയുള്ള ഏരിയകളിലൊക്കെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് അംഗീകരിക്കുന്നത്.